ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റവും പുതിയ ആധാർ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ആധാർ സർവീസ് സെൻറ്റർ സന്ദർശിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് മൊബൈൽ നമ്പർ, അഡ്രസ്സ്, പേര് തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ആപ്പിലൂടെ ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കൂടാതെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് നൽകേണ്ട സ്ഥലങ്ങളിൽ നമ്മുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കാൻ ഡിജിറ്റലായിട്ട് ഷെയർ ചെയ്യാനും ഈ ഒരു ആപ്പ് മുഖേന നമുക്ക് സൗകര്യമുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ ആധാർ കാർഡ് നൽകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം ഷെയർ ചെയ്യാനുള്ള സൗകര്യവും ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു അഡ്രസ് പ്രൂഫായിട്ട് വേണ്ടി മാത്രം നമ്മുടെ ആധാർ കാർഡ് നൽകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരും അഡ്രസ്സും മാത്രമായിട്ട് ഷെയർ ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ആപ്പിലൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആധാർ കാർഡിൻ്റെ ഏറ്റവും പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യം നമ്മുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ആധാർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ മുകളിൽ ആധാർ എന്നുള്ള പഴയ ആപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ എന്നുള്ള ഈ ഒരു ഐക്കൺ കാണും. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ആപ്പ്. അപ്പോൾ നമുക്കിവിടെ ഈ ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ശേഷം ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിലെ ആപ്പ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഡിസ്കവർ കീ ഫീച്ചേഴ്സ് എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിലൂടെ ലഭിക്കുന്ന ഓരോ ഫീച്ചേഴ്സും നമുക്കിവിടെ ഓപ്പണായി കാണുന്നതായിരിക്കും. ഇനി നമുക്കത് വേണ്ടെങ്കിൽ ഇവിടെ താഴെയുള്ള സ്കിപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. നമുക്ക് ഓരോ സേവനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഇവിടെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കാം. ശേഷം നമ്മൾ ഇവിടെയുള്ള എൻ്റർ ആധാർ നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം ആ ഒരു ടാബിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആധാർ നമ്പർ ഉണ്ടായിരിക്കണം, ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മളിവിടെ താഴെയുള്ള ഐ ആം റെഡി വിത്ത് മൈ ആധാർ എന്നുള്ള ഈ ഒരു ടാബിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മുടെ 12 അക്ക ആധാർ നമ്പർ നമ്മളൊന്ന് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നതിനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഈ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് നമുക്കൊരു SMS അയക്കേണ്ടതുണ്ട്. SMS അയക്കുന്നതിന് വേണ്ട ചാർജുകൾ ബാധകമായിരിക്കും. SMS അയക്കേണ്ട ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുള്ള രൂപത്തിൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യപ്പെടും എന്നൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സെൻഡ് SMS എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഫോണിൽ നിന്നും ഇതുപോലെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു മെസ്സേജ് ആപ്പ് ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെൻഡ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ സെൻഡിങ് വെരിഫിക്കേഷൻ SMS എന്നുള്ളത് കാണാം. സെൻഡ് SMS സക്സസ്ഫുള്ളി എന്നുള്ളത് വന്നിട്ട് അപ്പോൾ നമ്മുടെ മെസ്സേജ് സക്സസ്ഫുള്ളി സെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇവിടെ താഴെ വെരിഫൈയിങ് മൊബൈൽ നമ്പർ എന്നുള്ളത് കാണാം. അത് വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ കളറിൽ വെരിഫൈഡ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ ടു ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഗെറ്റ് റെഡി ഫോർ ഫേസ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളോട് റെഡി ആവാനാണ് പറയുന്നത്. താഴെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളോട് വായിച്ച് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ സ്പെക്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ശേഷം ഇവിടെ താഴെ ഇനിഷ്യേറ്റ് ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ ക്യാമറ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ ക്യാമറ ഡീഫോൾട്ടായിട്ട് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓപ്പണായി വരുന്നുണ്ടായിരിക്കുക. ഇവിടെ താഴെയുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം ഇവിടെ ഈ റൗണ്ട് നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ കാണാം. അതിനുശേഷം നമ്മൾ കണ്ണ് നന്നായിട്ട് നമ്മളൊന്ന് ചിമ്മി കൊടുക്കണം. ഗെറ്റിംഗ് യുവർ ആധാർ റെഡി. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അതിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. കൈൻഡ്ലി എൻ്റർ ചെയ്യുക 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എന്നുള്ളത്.
അപ്പോൾ നമ്മുടെ ആധാർ ആപ്പിന് വേണ്ടി ഒരു 6 അക്ക പിൻ നമ്പർ നമ്മളൊരു സെക്യൂരിറ്റി പിൻ നമ്പറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഒരു 6 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 6 അക്ക പിൻ നമ്പർ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. മുകൾ ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോയും പേരും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് വലതുവശത്തായിട്ട് ഇവിടെ ഒരു ആരോ കീ ഉണ്ട്. അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആഡ് അനദർ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ എൻ്റർ ചെയ്തുകൊണ്ട് ഇതുപോലെ മറ്റൊരാളുടെ പ്രൊഫൈൽ കൂടെ നമുക്ക് ഈ ഒരു ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു മെമ്പർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ആഡ് അനദർ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് പുതുതായി ആഡ് ചെയ്യേണ്ട മെമ്പറുടെ ആധാർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഫേസ് ഓതൻറ്റിക്കേഷൻ അഡ്വൈസറീസ്. ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺസെൻറ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നമ്മുടെ ക്യാമറ ഓപ്പണായി വരുന്നതായിരിക്കും. ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓപ്പണായി വരുന്നുണ്ടായിരിക്കുക. ഇവിടെ താഴെയുള്ള ആരോ കീയിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ റൗണ്ടിനുള്ളിൽ കണ്ണിൻ്റെ സിമ്പിൾ കൊടുത്തതിൽ നമ്മുടെ കണ്ണ് വരുന്ന വിധത്തിൽ കറക്റ്റായി വെച്ചതിന് ശേഷം കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പം നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫേസ് ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ളത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ആപ്പിൽ നമ്മുടെ ഫാമിലിയിലെ 5 പേരുടെ വരെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം ഇവിടെ താഴെയുള്ള ഷെയർ ID എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ID ഷെയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമുക്ക് സെലക്റ്റീവ് ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഏതാണോ അതിൽ നിന്ന് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഷെയർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇമേജ്, നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ്, മൊബൈൽ, മാസ്ക്ഡ് മൊബൈൽ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ഒരു ഡീറ്റെയിൽസ് മാത്രം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും പുതിയ ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ തുടർന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.